വെൽക്കം ബാക്ക് ടു മദേഴ്സ് റെസിപ്പി ഇഫ്താറിയത്ത്. നമ്മളെല്ലാവർക്കും അറിയാം, നോമ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കോഴിക്കോടുകാരിയായ ഫെബിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് നല്ല നല്ല റെസിപ്പീസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മുന്നിൽ 2 മിസ്റ്ററി ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എന്താണ് അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ്, അത് വെച്ച് നിങ്ങൾ ഇന്ന് പാചകം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾ കാണിക്കുക നമ്മൾ പ്രേക്ഷകർക്ക്. ഭയങ്കര ടഫല്ലേ? ഒരിക്കലും എന്ത് ടഫ്, ഒരു ടഫും ഇല്ല. ഇതിൽ ഏത് ബോക്സിൽ ഈസി ഉള്ളത്? നല്ലൊരു ചോദ്യം. നിങ്ങൾ തന്നെ ചെറിഞ്ഞെടുക്കൂ, അത് ഈസി ആവുമല്ലോ. ആണോ? വേണ്ട. ഓക്കെ, അപ്പൊ ഇതല്ലേ ഉറപ്പല്ലേ? യെസ്. ഇത് നല്ല സ്പെഷ്യൽ മിക്സ് ആണ് പ്രോൺസ് ഫ്രൈക്ക്. ഇത് വെച്ചിട്ട് അതേപോലെ പൊറോട്ടയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പ്രോൺസ്. കുറച്ച് ചിന്തിക്കാൻ സമയം തരുമോ? പെട്ടെന്ന് നിങ്ങൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഇല്ലില്ല, ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എനിക്കൊരു സാധനം കൂടി വേണം. എന്ത്? ഒരു വാട്ടിയ വാഴണ്ടല്ലോ കിട്ടും. അല്ലയോ? വാഴണ്ട പ്ലീസ്. ഉറപ്പല്ലേ? അടിപൊളി സാധനം. അടിപൊളി. ആരെങ്കിലും ഒരു ഇല ഒപ്പിച്ചരുമോ? സെറ്റാ? ഓക്കെ, ഡീൽ. അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോണേ? സ്പെഷ്യൽ ചെമ്മീൻ പൊറോട്ട കിഴി. ചെമ്മീൻ പൊറോട്ട കിഴിയോ? അടിപൊളി. വാ, അപ്പൊ തുടങ്ങാല്ലേ? അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. മദേഴ്സ് റെസിപ്പി ഇതിന്റെ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കണ്ടപ്പം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും തോന്നിയത്. അപ്പോൾ ഏതൊക്കെ വേറെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുത്ത്? ഇതിലേക്ക് നമുക്കിനി ടാമറിൻ പൾപ്പ്, ഇത് സ്പൈസസ്, കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് മിൽക്ക്, ഇത്രയൊക്കെ വേണം. നമ്മൾ ഫസ്റ്റ് പ്രോൺസിന് മദേഴ്സ് റെസിപ്പീൻ്റെ ഈ പ്രോൺസ് മസാല മിക്സ് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇടണം? ഈ മസാല ഫുൾ ഇടാം. ഇത് 400 ഗ്രാംസിനുള്ളതാണ്. ഈ മസാല ഫുൾ എടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്യണം, നല്ലോണം മാരിനേറ്റ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തോ? ഇനി ഈ മിക്സ് ചെയ്ത് വെച്ച പ്രോൺസ് മസാല നമ്മൾ ഫ്രൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിന് ശേഷം ഇത് നമ്മളിട്ടിട്ട് കുറേ ചൂടാണ്? അല്ല, കുറച്ച് ചൂടായിക്കോട്ടെ. മീഡിയം. ഒരൊച്ചയ്ക്ക് പറഞ്ഞിടുമ്പോൾ ഒച്ച വന്നില്ല. ഒച്ച ഞാൻ വരുത്തി. ഓക്കെ, ഇതപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പൊരിച്ച കൊഞ്ചന്റെ ആണോ? ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് മദേഴ്സ് റെസിപ്പീൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അണിയൻസ്. ഉള്ളി ഒന്ന് നല്ലോണം വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ ടൊമാറ്റോ ഇടാൻ പാടുള്ളൂ. നമ്മളിത് ഓൾമോസ്റ്റ് ആയി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ അല്ലേ? അത് നമുക്കിനി ടൊമാറ്റോ ഇടാം. ഓക്കെ. ഇനി നമ്മൾ ഇത് ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെക്കണം. ഓക്കെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി സ്പൈസ് മിക്സും സാധനങ്ങളൊക്കെ ഇടാം. തുടങ്ങാം. പെട്ടെന്ന് ക്ഷമ വേണം. നല്ല നല്ല ഫുഡ് ആവണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. ശരി. കുറച്ച് മുളക് പൊടി. ഓക്കെ. കുറച്ച് കൊറിയാണ്ടർ മല്ലിപ്പൊടി 2 സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അല്ലേ? 1/4 ടീസ്പൂൺ. ശരി. എന്നിട്ട് നമ്മളത് നല്ലോണം വീണ്ടും മിക്സ് ചെയ്യണം. ഇതൊരു ചെറിയൊരു കഷ്ണം പുളിയാണ്. അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂണാ? ഓക്കെ. കുറച്ച് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഫൈനലായി പിന്നെ എല്ലാവരും പറയുന്ന സോൾട്ട് ടു ടേസ്റ്റ്. അതെ, നമ്മളിപ്പോൾ ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ച് തേങ്ങാപ്പാൽ. അപ്പം നമ്മുടെ മിക്സ് റെഡി. നേരത്തെ റെഡിയാക്കി വെച്ച പ്രോൺസ് മിക്സ് അത് നമ്മൾ ഇതിലേക്ക് ഇടാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യുക. നമ്മളിനി ഇതിലേക്കുള്ള 2 പൊറോട്ട റെഡിയാക്കും. വാവ്. അപ്പം പൊറോട്ട റെഡിയായി. കുറേ നേരം വെറുതെ നിൽക്കുന്നു. ഒന്ന് ചെയ്തുതരും. ഇതാണ്, അതിനും നമ്മൾ ആമ്പിള്ളേർ വേണം. അതാണ്. അല്ല ഫെബിനാജി, നിങ്ങൾ പൊറോട്ട നോക്കി വെക്കുന്നത്? അല്ല, പൊറോട്ട ആയി മസാലയായി. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതോടെ എന്ത്? വാഴയുടെ ടീമേ, ഓക്കെ.
ഇതായിങ്ങളല്ല. ഓ താങ്ക് യു. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കോക്കനട്ട് മിൽക്ക് കുറേശ്ശെ ഒഴിക്കും. നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നല്ല കുറച്ച് സ്പ്രെഡ് ചെയ്യും. പാനിനകത്തേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കിഴി അതിനകത്തേക്ക് വെക്കും. ഒന്ന് സ്റ്റീം ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്. അടിപൊളി, നല്ല കാണാൻ നല്ല ടെക്സ്ചർ. ഓ എന്താ മണം. അതാണ് കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അത് വിട്, ഞാൻ എന്തായാലും കഴിച്ചു നോക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾ നോമ്പ് എടുത്തുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങളിപ്പോൾ നോമ്പ് എല്ലാ സമയത്തല്ലേ ഈ വീഡിയോ കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഞാൻ വൈകുന്നേരം ഇത് ഫസ്റ്റ് മീൽ തന്നെ ആയിരിക്കും. താങ്ക് യു വെരി മച്ച് ഫെബിനജി ഈ ഒരു റെസിപ്പി കാണിച്ചതിൽ. മദേഴ്സ് റെസിപ്പിയുടെ ഇഫ്താറിയത്തിൻ്റെ അടുത്ത ഗസ്റ്റുമായി അടുത്ത റെസിപ്പി. സ്റ്റേ ട്യൂൺ.